ഐ.എസ്.എൽ പുതിയ സീസണിന് ഇന്ന് തുടക്കം. ഐ.എസ്.എൽ ഫുട്ബോൾ പുതിയ സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കളിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ദിനത്തിലെ രണ്ടാം മത്സരത്തിൽ എഫ്.സി. ഗോവയും ഇന്റർ കാശിയും തമ്മിലാണ് പോരാട്ടം നടക്കുക. ഇത്തവണ ആകെ 14 ടീമുകളാണ് കിരീട പോരാട്ടത്തിൽ അണിനിരക്കുന്നത്. സ്പോൺസർമാരില്ലാത്തതിനാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതായത് IAFF നേരിട്ടാണ് ഇത്തവണ ലീഗ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ടിരുന്ന സീസൺ സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഇത്തവണ ഫാൻകോഡാണ് ISL സംപ്രേഷണാവകാശം നേടിയിട്ടുള്ളത്. ഫാൻകോഡ് OTT പ്ലാറ്റ്ഫോമിൽ മത്സരങ്ങൾ കാണാനാകും. ഇനി ചാനലിൻ്റെ കാര്യമാണെങ്കിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കുമായി ഫാൻകോഡ് ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലെ ISL തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ടൈം വന്നിരിക്കുകയാണ്. അതെ, വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ISL തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് കൃത്യം വൈകുന്നേരം 5 മണിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടുകയാണ് അവരുടെ സ്റ്റേഡിയത്തിൽ. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൻ്റെ സ്റ്റേഡിയമായിട്ടുള്ള സാൾട്ട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന മത്സരം ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു മാറ്റമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള കൊച്ചി സ്റ്റേഡിയത്തിലായിരുന്നു ISLൻ്റെ ഉദ്ഘാടന മത്സരങ്ങൾ ആരംഭിച്ചതെങ്കിൽ ഈ പുതിയ സീസണിൽ, ഈ 2026 ISL പുതിയ സീസണിൽ പുതിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൻ്റെ സ്റ്റേഡിയമായിട്ടുള്ള സാൾട്ട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആദ്യ ISL ഉദ്ഘാടന മത്സരം ആരംഭിക്കുക. അതും 5 മണിക്കാണ്, വൈകുന്നേരം 5 മണിക്കാണ്. അതും ടൈമിലും വ്യത്യാസമുണ്ട്. പൊതുവെ ഉദ്ഘാടന മത്സരങ്ങളൊക്കെ 7:30ക്കാണ് നടക്കാറുണ്ടാവുക. അതായത് എൽ ക്ലാസിക്കോ 7:30ക്കാണ് ഉണ്ടാവുക. ഇന്നും അതും പുതിയൊരു മാറ്റമാണ്. നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. അതിനു മുന്നേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ വെച്ച് ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഒരു ഫാൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിങ്ങളൊരു മലയാളി ആരാധകനാണെങ്കിൽ, നിങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആരാധകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ശരിയാണ്, ISL തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? പറയാനായിട്ടൊരു കപ്പോ സൂപ്പർ കപ്പില്ല, ISL ഇല്ല, പറയാനായിട്ടൊന്നുമില്ല. പറയാനായിട്ട് ആകെ കുറച്ച് ഫാൻസും ഉണ്ട് എന്നൊക്കെ, ഫാൻസും ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു മലയാളി എന്ന നിലയിൽ, മലയാളിയാണെങ്കിൽ നമ്മളെ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് മലയാളികളുടെ ടീമാണ് എന്നാണ് എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ 100% കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. 2026 കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് അടിച്ച് പൊളിക്കണം എന്ന ഒരു കോൺഫിഡൻസിലൂടെ നമ്മൾ തിരിച്ചു വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ഉള്ളതാണ് ഈ കപ്പ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരിക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇരു ടീമുകളെയും ഒന്ന് കമ്പയർ ചെയ്യാം. കാരണം ഇന്ന് 5 മണിക്ക് കളി നടക്കാനായിട്ട് പോകുകയാണ്. വൈകുന്നേരം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഹൻ ബഗാനിൽ തന്നെ തുടങ്ങാം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിൻ്റെ ടീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, മോഹൻ ബഗാൻ്റെ ടീമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന അധികം ആളുകളും ഇപ്പോൾ അവരെ ഈ പുതിയ സീസണിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് കുറേ ആൾക്കാരൊന്നും പോയിട്ടില്ല, 1-2 ആൾക്കാർ പോയിക്കണമെന്ന് തോന്നുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ സീസണിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടീം തന്നെയാണ് അവരിപ്പോഴും ശക്തരാണ്. ഞാനിത് പറയാനുള്ള കാരണം, കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾ റീൽസിലും യൂട്യൂബിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ടാകും. വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ISL ഡീസൈൽ നടത്തിയിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച പലരും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്രക്കും മികച്ച ഫോമിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടനെഞ്ചിൽ കയറി പറ്റിയ ലൂണ
അതേപോലെ തന്നെ നോവ, അങ്ങനത്തെ പുതിയ പുതിയ താരങ്ങൾ. എന്തിനോളം പറയുന്നു, മലയാളി താരമായിട്ടുള്ള ഐമനും അസറും വരെ ഈ ടീമിലില്ല എന്നുള്ളതാണ്. പുതിയ പിള്ളേരാണ്. പിന്നെ കുറച്ച് മലയാളികളായിട്ട് നിഹാൽ സുധീഷിനെ പോലെയുള്ളവരൊക്കെ ടീമിലുണ്ട്. പിന്നെ കുറച്ച് പുതിയ പിള്ളേരുണ്ട്. എന്നിരുന്നാലും പുതിയൊരു ടീമുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. എ.ടി.കെ മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവർ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന കുറേ അധിക പ്ലേയേഴ്സും എന്താ പറയുക, മുഹമ്മദ് ഖാൻ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ശക്തരിൽ ശക്തരാണെന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ ശക്തരാണ്. നമുക്കറിയാം, പുതിയ പിള്ളേരാണ്. അവരുടെ പ്ലേയിങ് സ്റ്റൈല്, അവർ എങ്ങനത്തെ ഫോമാണെന്ന് നമുക്കറിയില്ല. ഫസ്റ്റ് കളി കഴിഞ്ഞാലാണ് എന്താണ് അവസ്ഥ, എന്താണ് ടീമിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ളത് സ്കോർ പ്രഡിക്ഷനാണ്. നിങ്ങൾക്ക് എന്താ പറയുക, സ്കോർ പ്രഡിക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാട്ടോ. സ്കോർ പ്രഡിക്ഷൻ ഏതായാലും നമ്മൾ കളി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള കളി നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ISL നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതില്ല പറയുന്നുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനായ എന്ന നിലയിൽ പ്രഡിക്ഷൻ നോക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച ഇന്ന് 5 മണിക്ക് നടക്കാൻ പോകുന്ന കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും തന്നെ നമുക്ക് പറയാം. ഇനി അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചില്ലെങ്കിൽ നമുക്ക് അത് നാളത്തെ കളി കഴിഞ്ഞിട്ട് നോക്കാം. ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് നോക്കാം. ഏതായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങളെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ ISL റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും താഴെ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ എല്ലാ ISL വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അടിച്ച് പൊട്ടിച്ചോളി, പവറാക്കിക്കോളി. ഓക്കെ, ബൈ.